ഹലോ എവരിവൺ, ഞങ്ങളിപ്പോ മലേഷ്യ കേരളത്തിലുള്ള റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു 40 പേര് അടങ്ങുന്ന ഒരു സംഘമാണ് ഇത് നമ്മുടെ കേരള ടൂർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ടൂർ ഫൈറ്റർ എന്നുള്ളതിലുപരി നമ്മളിൽ ഒരാളായിട്ടാണ് രണ്ടുപേരും കൂടുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ കൂടെ തന്നെ ചേർന്ന് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എപ്പോഴും ക്യുക്കായിരുന്നു, എല്ലാ റെസ്പോൺസും ക്യുക്കായിരുന്നു എല്ലാത്തിനും. അപ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇപ്പൊ കറന്റ് ഇപ്പോൾ നമ്മൾ KL ടവറിലെ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു. സ്പ്രെഡ് ഒരു രക്ഷയില്ല, കലക്കൻ സ്പ്രെഡായിരുന്നു. അപ്പോൾ പിന്നെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ജെന്റിങ് ഹൈലാൻഡ് സ്റ്റേ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചതിൽ വെച്ച് ഇവർ മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഭയങ്കര വളരെ തന്നെ ഒരു വേൾഡാണ് അത്. എന്തായാലും എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആണ്. പിന്നെ ഇപ്പോൾ ടൂർ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ പോയ 5-6 ദിവസം ഞങ്ങൾക്ക് മണിക്കൂറുകൾ പോലെയാണ് ഫീൽ ചെയ്തത്. ഭയങ്കര പെട്ടെന്നങ്ങ് പോയി. ചെക്ക് ഇൻ ചെയ്തും ചെക്ക് ചെയ്തതും മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്, എല്ലാവരും തൃപ്തരാണ്. സന്തോഷം, എല്ലാം കൊണ്ടും നല്ല സന്തോഷം. വിചാരിച്ചേക്കാളൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ ടൂറും. എപ്പോഴും ഗായത്രി ഓർക്കും. അതേപോലെയാണെങ്കിൽ ഇപ്പൊ ട്രാവൽ സിക്നസ് അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ബസ് ജേർണീസ് ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ അമ്മയ്ക്കാണെങ്കിലും ഞാനാണെങ്കിലും വളരെ വിഷമിച്ച വന്നേ. കുറെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, പക്ഷെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. എല്ലാം കൊണ്ട് ഇവരുടെ സമാധാനം. അത് കാരണം എനിക്ക് ഇരട്ടി മധുരം വരുന്നു. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ഡിയറസ്റ്റ് ചേച്ചി. അടിപൊളി ടൂറായിരുന്നു.